നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഗവൺമെൻറ്റിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ പ്രാധാന്യം ഈ സർക്കുലർ വ്യക്തമാക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ അധ്യാപക സമൂഹം അവർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് ഇകഴ്ത്തി കാണിക്കാനും പാടില്ല. ഇന്ന് ഇന്ത്യയിൽ നമുക്ക് അക്കാഡമിക് കാര്യങ്ങളിൽ നമ്മൾ 2ാം സ്ഥാനത്തേക്ക് വന്നു. അതിൽ അധ്യാപകർ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു പോയിന്റിനാണ് പഞ്ചാബുമായിട്ട് നമ്മൾ 1ാം സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ജില്ല തിരിച്ചുള്ള കണക്കെടുപ്പുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അതിൽ ആദ്യത്തെ 14 ജില്ലയും ഇന്ത്യ രാജ്യത്ത് നമ്മളാണ് വന്നത്. അപ്പം അതിലൊക്കെ തന്നെ നമ്മുടെ അധ്യാപകരുടെ ഒരു പരിശ്രമമുണ്ട്. ഇപ്പം മിനിമം മാർക്ക് സബ്ജക്റ്റ് മിനിമത്തിന് വേണ്ടി നമ്മൾ നടത്തിയ പരിശ്രമം, അവധിക്കാലത്ത് വന്ന് അവർ ക്ലാസ് എടുത്തു, 80,000 കുട്ടികളെ പഠിപ്പിച്ച ശേഷം അവർ പരീക്ഷ നടത്തി, വീണ്ടും അതിൽ കുറവൊന്നുമില്ല, വീണ്ടും പഠിപ്പിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയാണ്. ഇപ്പം ലഹരി വിരുദ്ധ പ്രോഗ്രാമിനെതിരായിട്ട് പല സ്കൂളുകളിലും അവർ കലാപരിപാടികൾ, സിനിമകൾ, അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അതിലൊക്കെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നതുകൊണ്ട് ഇതുപോലുള്ളൊരു ഗുരുതരമായ പശക് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. യഥാർത്ഥത്തിൽ ഇന്നലെ ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം കണ്ടപ്പോൾ ഒരു കുഞ്ഞ് ഉറങ്ങി കിടക്കുകയാണ്. അങ്ങനെയാണ് നമുക്കത് അതിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ആ നിലയിലുള്ള ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും ഉണ്ടായിരുന്നു. ഇന്നലെ സംഭവം നടന്ന ഉടനെ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ സംഭവ സ്ഥലത്തേക്കും പോയി, ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളിലും എല്ലാ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടിയ ഉന്നതതല യോഗത്തിൻ്റെ തീരുമാനങ്ങൾ ഈ സ്കൂളിൻ്റെ ചുമതല ഉണ്ടായിരുന്ന AEOയിൽ നിന്നും ഉടൻ വിശദീകരണം തേടും. അതായത് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കൊല്ലത്തെ DEO പെൻഷനായിരുന്നു. അത് കാരണം കൊല്ലം AEO ആൻ്റണി പീറ്ററിനായിരുന്നു DEOയുടെ അധിക ചുമതല നൽകിയിട്ടുള്ളത്.